27th എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ വ്ളോഗ് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഞാൻ ആൾക്ക് ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യം ഞാൻ പോയത് ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഒരു വാച്ചും ഒരു കേക്കും കൂടെ വാങ്ങി. പിന്നെ എന്തായാലും ക്ഷീണിച്ചതല്ലേ, ഒരു ലൈമൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലെത്തി. അങ്ങനെ ഞാൻ ഗിഫ്റ്റും കേക്കും ഒക്കെ വാങ്ങി വന്നു. ഇനി നമുക്ക് നൈറ്റ് എന്തായാലും സർപ്രൈസ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കേക്ക് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാൻ വാങ്ങിയ ഗിഫ്റ്റൊന്നും റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ സമയം രാത്രി 12 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാവരും ഇവിടെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ആളെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടേബിൾ സെറ്റ് ചെയ്യാം. വരൂ. You see. അങ്ങനെ കേക്ക് കട്ടയിലും ഗിഫ്റ്റ് കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എണീച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ അമ്പലത്തിലോട്ട് പോയി. ഈ ഓറഞ്ച് കളർ ഷർട്ടാണ് കേട്ടോ ഞാൻ ഗിഫ്റ്റ് ചെയ്തത്. നമ്മൾ ആദ്യം പോയത് ആലുവ ശിവക്ഷേത്രത്തിലേക്കായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് കടുങ്ങല്ലൂരുള്ള നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഞങ്ങൾ വീട്ടിലെത്തി. ആൾക്കന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആൾ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. കാരണം ആളടുത്ത് ഞാൻ ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, ബർത്ത്ഡേയിൽ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആൾ വരുമ്പോഴേക്ക് എന്തായാലും ബിരിയാണി ഉണ്ടാക്കട്ടെ. ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയത് സാലഡാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചിക്കനിൽ മസാലയൊക്കെ തേച്ചിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണി ആദ്യമൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ട് എന്തായാലും 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ ബിരിയാണി ഒന്ന് സെറ്റപ്പാക്കി എടുത്തത്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ബിരിയാണി ഉണ്ടാക്കുകയാണ്. വളരെ കുറച്ച് അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നേ ഉള്ളൂ. റൈസ് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്യുകയാണേ. അങ്ങനെ ബിരിയാണീൻ്റെ റൈസ് മാത്രമായി നിൽക്കുമ്പോഴാണ് ആൾ ജോലി കഴിഞ്ഞ് വന്നത്. ഞാനൊന്നും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വരുമ്പോഴൊക്കെ സർപ്രൈസായിട്ട് വെക്കാമെന്ന് വിചാരിച്ച പ്ലാന് ആകെ മാറിപ്പോയി. അങ്ങനെ ഞാൻ ആളടുത്ത് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വേഗം ചിക്കൻ റെഡിയാക്കാൻ പോവുകയാണേ. ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഇപ്പോൾ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. ജസ്റ്റ് റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മൾ 2 തവണയായിട്ട് ഉണ്ടാക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചാലോ. ഇങ്ങനെ എല്ലാതും ഇങ്ങനെ നിരത്തി വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കല്ലേന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ താഴെ പോയിട്ട് 2 വാഴേൻ്റെ ഇല എടുത്ത് കൊണ്ടുവന്നു. വാഴേൻ്റെ ഇല ആകുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇലയിൽ. പിന്നെ അതാ ഓരോന്നായിട്ട് ഇങ്ങനെ വിളമ്പി ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നു കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഓക്കെ, ഹാപ്പി.